എന്റെ അമ്മേ. എടാ മക്കളെ, ഒരു തീവണ്ടി വന്നാ ഞങ്ങൾ പോയി നോക്കും, ഒരു ഓട്ടോറിക്ഷ വന്നാ നോക്കും, ഒരു മോട്ടോർ സൈക്കിൾ വന്നാ നോക്കും. നിങ്ങൾ വന്നോ എന്താണെന്ന് അറിയാൻ മേല. നിങ്ങൾ പോയ പിന്നെ ഈ പുലിഗോപാലാണ് ഒരു മനസ്സമാധാനം ഇല്ലടാ. സത്യം സീസൺ ഇപ്പോ വളരെ മോശമാണ് ശിവനെ ശ്യാമേ. നാട്ടിലൊക്കെ പാകപ്പാട് സമാധാന റാലിയല്ലേ, ആളുകൾക്കൊക്കെ എന്തൊരു മനമാറ്റം. അഹങ്കാരികളാ, കംപ്ലീറ്റ് അഹങ്കാരികൾ. വല്ലപ്പോഴും ഒരു കൂലിത്തല്ലേ, അത് യൂണിയൻകാരുടെ കൂടെ. അതിനാണെ ഒട്ട് കാശും കിട്ടത്തില്ല. ഒരു നല്ല കത്തിക്കുത്ത് കിട്ടാൻ പുത്തമ്പള്ളിയിൽ മെഴുകുതിരി നേർന്നിട്ട് 4 ആഴ്ചയായി. എവിടെ സമൂഹമാണ് ഇപ്പൊ പഴയ ഉഷാറുമില്ല. ഒക്കെ ശരിയാവും തങ്കപ്പേട്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇത് തങ്കപ്പേട്ടൻ, ഇത് ബെൽറ്റ് ഹൗസേ പേട്ടൻ, പിന്നെ ഇത് ഗോപാലൻ. അയ്യോ എടാ ബെൽറ്റേ പുലി, എടാ മോനെ പുലി. ഇതേ പുലി, ഇതെങ്ങനെ പുലി കണ്ണാടി വെക്കാ? ഇതാടാ മക്കളെ സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും പുലിഗോപാലന്റെ മനസ്സറിയാം. പുലിയുടെ പടമുള്ളതിനെ കൊണ്ടുവന്നല്ലോ മിടുക്കന്മാര്. ഈ ബെനിലല്ലേ പിടിച്ചു നിൽക്കുന്നത്. പുലിഗോപാലൻ എന്ന് പേരും. ഇതൊന്ന് വൈകുന്നേരത്തിന്. ഇതേ ഉള്ളോ? ഇതിനുള്ളത് മതി. മതി. എത്തിയാ? ഞാൻ അവിടെ കാത്തുനിന്നപ്പോഴൊന്നും വന്നില്ല. കടയിൽ അരി മേടിക്കാൻ പോയപ്പോ വന്നു. പിടിക്കടാ. ഒരു പണിക്കും പോവാണ് ഞാൻ നടക്കുക. താടിമാടന്മാര് എന്താ ഇവിടെ നോക്കിക്കണേ? ഞങ്ങൾ എപ്പോഴേ പോയി. കാത്തൊന്ന് ക്ഷീണിച്ചാ? തുറക്ക്. സോമേട്ടന്റെ സ്റ്റഡി ബൂത്തിലേക്ക് ഒരു ദിവസം ഫോൺ വിളിച്ചിരുന്ന രണ്ടാളും. ഒരു കാര്യം ചോദിക്കാൻ. എന്നിട്ട് പരിമളത്തെ പറ്റി ചോദിച്ചോ? പരിമളത്തെ പറ്റി ചോദിച്ചോന്ന്? ഇല്ല. ഇല്ല, ചോദിക്കില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ ഞങ്ങളൊന്നും വേണ്ടല്ലോ. വീട് കാവി കടന്നതിനും ഒന്നരാടം വന്ന് അടിച്ചു വൃത്തിയാക്കാനൊക്കെ കൂലി കിട്ടണം എനിക്ക്. സ്നേഹമില്ലാത്തവർക്ക് നമ്മളെ തന്നെ പരപരിചയണല്ലോടാ. ഈ നാട്ടിലൊന്നും പണി കിട്ടാണ്ടാ ഇത്രയും ദൂരം പോയത്? കോളേജ് തുറക്കുമ്പോ എന്തൊക്കെ ചെലവാണെന്ന് നിന്റെ വിചാരം? പുസ്തകം വാങ്ങണ്ടേ, നല്ല പാന്റ് ഷർട്ട് വാങ്ങണ്ടേ? കിട്ടണതൊക്കെ ഇങ്ങനെ ചെലവാക്കി കളഞ്ഞോ. ഭാവിയെ പറ്റി ഒരു വിചാരം വേണ്ട. ആരുടെ ഭാവിയെ പറ്റി? ഓരോരുത്തർക്കുണ്ടല്ലോ ഓരോരോ ഭാവി. ആ ഭാവിയെ പറ്റി. ഈ ട്രെയിൻ എങ്ങോട്ടാ പോകുന്നേ ശിവ? പോക്ക് കണ്ടിട്ട് എങ്ങോട്ടും പോവും. വെറുതെ ആശിപ്പിക്കല്ലേ. ഇന്നലെ വരുന്നു വിചാരിച്ച ചാളക്കൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ചോറപ്പുണ്ടാക്കി തരാട്ടാ. ഇവളുടെ ഭരണത്തിന് കൂടുണ്ടല്ലോ ശിവ, എനിക്കതത്ര പിടിക്കണില്ല. ഇയാൾക്ക് പിടിക്കണ്ട, പിടിക്കണ വേറെ ചിലരുണ്ട് ഇവിടെ. ഇല്ലേ ശിവണ്ണ? എനിക്കത് കൊണ്ടുവന്നില്ലേ? പിന്നെ നിനക്ക് ജീൻസും ടോപ്പും കൂളിംഗ് ഗ്ലാസും കൊണ്ടുവന്നുണ്ട്. പോരെ, ശിവണ്ണ കൊണ്ടുവരാതിരിക്കില്ലെന്ന് എനിക്കറിയാം. അയ്യേ, കുപ്പിവളയും ചാന്തും കൺമഷിയൊക്കെ എനിക്കൊന്നും വേണ്ട. അയ്യടാ, നീ ആര്? ഐശ്വര്യോ? കോളേജ് തുറന്നിട്ട് 3-4 ദിവസമായി. ഇപ്പോഴാണ് ഇങ്ങോട്ട് എഴുന്നള്ളാൻ തോന്നിയത്. ഇവിടെ പകലാകുമ്പോ അമേരിക്കയിലൊക്കെ രാത്രിയാണല്ലോ. ഇന്നലെ ലാൻഡ് ചെയ്ത പാട് 2 വന്ന് കയറി കിടന്നാ കുത്തി പൊക്കി കൊണ്ടുവന്നാ വെച്ചോ. ജെറ്റ് ലാഗ് മാൻ. ഇനി ഒന്ന് നോർമൽ ആവാൻ 3 to 4 days വേണ്ടി വരും. ശ്യാമിന്റെ പാരന്റ്സ് ലണ്ടനിലല്ലേ? വെക്കേഷന് ശ്യാം അങ്ങോട്ട് പോകുന്നല്ലേ പറഞ്ഞത്? അതെ, കുറച്ചു ദിവസം ഡാഡിയുടെ മമ്മിയുടെയും കൂടെ ഒന്ന് അടിച്ചു പൊളിച്ചു. അപ്പോഴാണ് ഡാഡിയുടെ കമ്പനി വക ഒരു ടൂറ് നമ്മുടെ റൊണാൾഡോയുടെയും റൊണാൾഡീഞ്ഞോയുടെയും നാട്ടില് ബ്രസീലില്. ഡാഡിയുടെ കൂടെ ഞാനും പറഞ്ഞു, ഒപ്പം മമ്മിയും അനിയത്തിയും. പോവാണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് തന്നെ പോണം മച്ചൂസ്. ഇംഗ്ലണ്ടാണ് അമേരിക്ക, ഇറ്റ്സ് നത്തിങ്. എന്നിട്ട് റൊണാൾഡോനെ കണ്ട അവിടെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഒരു കിളുന്ത് മതാമ കൊച്ചുമായിട്ട് ബർഗർ സാപ്പിട്ടോണ്ടിരുന്നപ്പോ നേരെ മുമ്പിലെ ടേബിളിൽ റൊണാൾഡോ വന്നിരുന്ന് ചായയും വടയും ഓർഡർ ചെയ്തെന്നും ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു മുട്ടത്തലെ തടവിന്നൊക്കെ വരും പുളു. എടാ, നിങ്ങളൊക്കെ NRI കൊച്ചന്മാരാണെന്നും നിന്റെ തന്റെ തള്ളി ലണ്ടനിലാണെന്നും ഇവന്റെ മമ്മി ഡാഡി ലോസ് ആഞ്ചലസിലാണെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ പേരിൽ നീയൊക്കെ ഇവിടെ ഷൈൻ ചെയ്ത് ഓവറാക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഒരുമാതിരി ഞങ്ങളാരും അമേരിക്കൻ ലണ്ടൻ കാണാത്ത പോലെ ഒരു തരം ഡാഷ് വർത്താനുണ്ടല്ലോ. അതിന് നീ എപ്പോഴും അമേരിക്ക പോയത്? അതിനെന്തിനാ അമേരിക്ക പോണ്? എന്റെ വീട്ടിൽ വേൾഡ് മാപ്പുണ്ടല്ലോ. ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും അല്ലേ ശാലു? എല്ലാ വെക്കേഷൻ ടൂർ തന്നെ. ഞാൻ പക്ഷേ ടൂർ പോയി. അത് കുട്ടനാടല്ലേ? അവിടെ ഒത്തിട്ടാതി വള്ളംകളിയും കണ്ടു, ആലപ്പുഴ ബോട്ടിയേറ്റും കണ്ടു, പിന്നെ 3-4 സായപ്പിനെ മതവനും. അത്രേ ഉള്ളൂ. എടാ, ലണ്ടൻ ലോസ് ഏഞ്ചൽസ് വന്നിട്ട് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലടാ. അറ്റ്ലീസ്റ്റ് ഒരു നല്ല കൂളിംഗ് ഗ്ലാസെങ്കിലും കൊണ്ടുവന്നൂടായിരുന്നോടാ. എടാ, അത് ബാഗേജ് ക്ലിയർ ചെയ്ത് കിട്ടിയില്ല. പിന്നെ ക്ലാസ് മുടങ്ങണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടി പോന്നതാ. കഴിഞ്ഞ കൊല്ലം നീ തന്നെയല്ലടാ പറഞ്ഞ ആ ബാഗ് ഇതുവരെ ക്ലിയർ ചെയ്ത് കിട്ടിയിട്ടില്ലേ? മോനെ നൂലുണ്ടേ. പിന്നെ എന്തൊക്കെണ്ടാ വിശേഷം? നീ വല്ലാണ്ട് മെലിഞ്ഞു പോലടാ ഈയിടെയായിട്ട്. പതുക്കെ പിടിയിടാ. ഫോറിൻ ടൂർ കഴിഞ്ഞ് വന്നപ്പോളേ എന്റെ കൈക്ക് നല്ല തഴമ്പ്.
മറ്റേ കാര്യം പറയട്ടെ. ഏത് ഏത് നീ ആംസ്റ്റർഡാമില് ചുമ്മാ ഇരിടാ. പെൺപിള്ളേരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയണേ. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിന്നോട് ഒരു കാര്യവും പറയില്ല. അല്ലടാ ശിവ? അതെ അതെ. മറ്റവരാരും ക്ലാസ്സിൽ കയറുന്നില്ലേ? പിണ്ടി ബാബു സാറിന്റെ പറ. അല്ല, നമ്മളൊന്നും കണ്ടില്ലെന്ന് കരുതി ബാബു സാറിന് വിഷമം വേണ്ട. അങ്ങേർക്ക് കാണാനേ നല്ല മണി പോലത്തെ വേറെ പിള്ളേരുടെ ക്ലാസ്സില് നന്നാർക്ക് വേണം. നീ ഇവിടെ നൂലുണ്ടേ? നൂലുണ്ടെന്ന് തന്തോ? നൂലുണ്ടൊന്നും മെലിഞ്ഞോ ശ്യാമേ? അതെ, ഒരു പ്രേമം ചീറ്റിപ്പോയാ ഒരാൾ 1.5 കിലോ ഒക്കെ കുറഞ്ഞു വരും. അതൊരു നാട്ടു നടപ്പാ. അത് ഗോവിന്ദേട്ടന്റെ വളിച്ച സാമ്പാർ പോലെ ദിവസേന ഇട്ട് വിളമ്പണ്ടാട്ടാ. എന്നിട്ട് രാജി നൂലുണ്ട് കല്യാണത്തിന് പോലും ക്ഷണിച്ചില്ല അല്ലേ? ഞങ്ങളൊക്കെ പോയി സദ്യ ഉണ്ട് കേട്ടോ. 25 പൊറോട്ടയും 5 ബീഫ് ഓത്തുന്നതിന്റെ പേരിലേ 1-2 പുളിച്ച തമാശകളൊക്കെ ഞാൻ ക്ഷമിച്ചു വരും. ഓവറായ എന്റെ കൺട്രോൾ മിസ് ഔട്ടാ. 2 കൊല്ലത്തെ നിരന്തര പ്രേമമാണ് ഗുരുവായൂർ അമ്പലത്തിലെ ഊട്ടുപുരയിൽ പൊലിഞ്ഞു പോയതെന്ന് ഈ സഹോദരിമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മച്ചു. തൽക്കാലം രാജിക്ക് പകരം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതാ. മച്ചുവിന് വേണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പോഴാണ് നീ ശരിക്കും വിഷമിക്കേണ്ടത്. വാട നമുക്ക് ഒറ്റയ്ക്ക് കൂട്ടാത്മതിയാടാ. ഇത് കഴിഞ്ഞിട്ട് പോരെ? അത് മതി. കോളേജ് തുറന്നില്ല, അപ്പോഴേക്കും തുടങ്ങി തച്ചോളിയോദയനും ആരോമക്ഷകരും അരിങ്ങോടനും ചന്തുവും ഒക്കെ കൂടി അംഗം വെട്ടാൻ. എന്റെ പഴനിമുരുക, ഒക്കെ എന്റെ ചങ്കിന് നേരെയാണല്ലോ വരുന്നത്. പെൻഷൻ പറ്റാൻ ഇനി 28 ദിവസമേ ബാക്കിയുള്ളൂ. മനസമാധാനത്തോടെ ഈ കസേരയിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ 3 ദിവസം അധ്യാപക സമരം. തിങ്കളാഴ്ച കോളേജ് തുറന്ന ഉടനെ യൂണിയൻകാരുടെ വക പ്രിൻസിപ്പാളിനെ ഒരു ഗരാവോ ചെയ്യല്. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് സ്നേഹത്തോടെ ഒരു സെൻഡ് ഓഫ് തരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇപ്പൊ എനിക്കില്ല. അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത് സാർ? ഒരു ചെറിയ വാക്ക് തർക്കം. മോനെ തച്ചോളിയോദേന, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? കഴിഞ്ഞ കൊല്ലവും 2 കൂട്ടരും കൂടി ഇത് തന്നെ ആയിരുന്നില്ലേ അംഗം? സാർ ഇത്തവണ യുവമാരാ തുടങ്ങിയത്. ഞങ്ങളല്ല ഇവമാരുമാതിരി. എടോ അരിങ്ങോടരെ, കഴിഞ്ഞ കൊല്ലം കാട്ടിയ അഭ്യാസങ്ങൾക്ക് ഞാൻ തനിക്കൊരു വീരാളിപ്പെട്ട് തന്നിരുന്നല്ലോ. എന്താ അത്? സസ്പെൻഷൻ കിട്ടി. 33-ാം മിനിറ്റില് ഹോം മിനിസ്റ്റർ വിളി വന്നു ഇവിടെ. അതോടെ ഞാൻ ആ വീരാളിപ്പെട്ടിങ് തിരിച്ചെടുത്തു. അത് കഴിഞ്ഞ കൊല്ലം. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തന്റെ തന്തയോ അമ്മാവനോ വിചാരിച്ചാൽ കാസർഗോഡേക്ക് ഒരു തട്ട് കിട്ടുമെന്ന് പേടിച്ച് ഞാനൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചു. പക്ഷെ ഇനിയുള്ള 28 ദിവസം പ്രിൻസിപ്പാൾ എന്നുള്ളൊരു പേര് വാങ്ങിയിട്ട് എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നൊരു മോഹമുണ്ട്. ബെല്ലടിച്ചു. വാളും പരിചയ കുറയിലിട്ട് അംഗച്ചേവരെല്ലാം ദയവായി ക്ലാസ്സിൽ ചെന്നിരിക്കെ. അങ്ങനെയും ചില പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടേ. എന്നടാ നിന്റെ ചേട്ടന്റെ ചടാക്ക് കൊണ്ടിട്ട് താക്കോല്. ഇനി നാളെ കോളേജിൽ പോണവരെ ഞങ്ങൾ ഇരുമ്പ് ഭക്ഷണം കൈ കൊണ്ട് തൊടാൻ പോണില്ല. ആയിക്കോടാ, നിന്റെ ഒക്കെ ടൈം. ഇനി ഈ കളി ഒരുപാട് കാലം നടക്കും നോക്കണ്ട. ചേട്ടന്റെ MCA കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വരാനേ ഇനി 6 മാസം ഉള്ളൂ. അപ്പൊ നീയൊക്കെ അനുഭവിക്കും. ഇതിന്റെ കെയർ ഓഫിൽ 25 പൊറോട്ട 5 ബീഫ് ഡെയിലി നിനക്ക് ഒപ്പിച്ചു തരണില്ലേടാ? ഈശോയെ, ഞാനൊരു കാര്യം മറന്നു. എന്ത്? എനിക്ക് വിശക്കണൂടാ. മമ്മി, മാം. ആഹാ, എത്തിയോ? കിച്ചണിലുള്ള മുഴുവൻ പോന്നോട്ടെ, പാത്തടക്കം ഇവർക്കും വേണം. പോയി ഉടുപ്പൊക്കെ മാറിയിട്ട് വാടാ, വിയർപ്പ് നാറിയിട്ട് വയ്യ. കോളേജിൽ പോവാന്ന് പറഞ്ഞാൽ തന്നെ ഒരു കഠിനാധ്വാന. അധ്വാനിക്കുമ്പോ വേർക്കും, മനസ്സിലായ? ഓ